ഹോസ്പിറ്റലിൽ കഴിയുന്ന തൻ്റെ സുഹൃത്തിനെ കുടുംബാംഗങ്ങൾ കുറ്റം പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ അനുമോളടുത്ത് വിഷമം പങ്കുവെച്ചുകൊണ്ടാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത്. ഷാനവാസിന്റെ കാര്യം തന്നെയാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദം ഒരു ചെറിയൊരു സൗഹൃദമല്ല, മനസ്സിൽ തട്ടിയുള്ളൊരു സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഷാനവാസ് ഇല്ലാത്ത സമയത്ത് ഷാനവാസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എത്തിയ കുടുംബാംഗങ്ങളുടെ നേർക്കാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നലെ അനുമോളോട് അനീഷ് പറയാണ്, ഷാനവാസ് ഉള്ളപ്പോൾ ഷാനവാസിനെ കുറിച്ച് നമുക്ക് എന്തും പറയാനുള്ള ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷാനവാസ് ഇല്ലാത്ത സമയത്ത് ഷാനവാസിനെ പറ്റി അവിടെ ഇവിടേക്ക് ഓരോന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് നല്ലൊരു കാര്യമല്ല. അനീഷ് പറഞ്ഞതിലൊരു കാര്യമില്ലേ, ഒരാളില്ലാത്ത സമയത്ത് അതും ഒരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ് താമസിക്കുന്നത്, വീട്ടുകാർ ടെൻഷനിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അരുൺ അക്ബർ നിവിനൊക്കെ ആണെങ്കിലും ഷാനവാസ് ഇല്ലെങ്കിലും ഷാനവാസിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ന്യായമായിട്ടുള്ളൊരു കാര്യമാണോ? ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസിന് ഒരുപക്ഷെ ഈ സീസൺ 7 കേട്ടോ കാണുന്നത്. അത് മനസ്സിലാക്കി അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് ഇല്ലാത്തപ്പോൾ ഷാനവാസിനെ കുറ്റം പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാവരും മോളെ എനിക്കെന്തൊരു മനസ്സിന് ഭയങ്കര സങ്കടം എന്നൊക്കെ പറയുന്നു. എന്തായാലും തൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ടാണ് കേട്ടോ അനീഷ് അവിടെ എത്തിയിരിക്കുന്നത്. ഷാനവാസ് ഇല്ലാത്ത സമയത്ത് ഷാനവാസിനെ കുറ്റം പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഹൈലൈറ്റ് ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരവസരം വന്നപ്പോൾ അനീഷ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, ഇന്ന് ഷാനവാസ് എത്തുന്നത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്താണെന്നുള്ള എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.